നമുക്ക് പേയ്മെന്റിന്റെ കാര്യമാണെങ്കിലും നമുക്ക് പുതിയ സ്റ്റാറ്റസ് വരുന്നതും നമ്മൾ പല ഗ്രൂപ്പുകളിലായിട്ട് പല ആൾക്കാർക്ക് സ്റ്റാറ്റസ് കിട്ടാതെ എല്ലാം വരുന്ന സാഹചര്യം കൊണ്ട് നമ്മളൊരു ചാനൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇനി മുതൽ നമുക്ക് സ്റ്റാറ്റസ് എല്ലാം വരുന്നത് ഈ ചാനൽ വഴിയായിരിക്കും കേട്ടോ. അപ്പൊ എല്ലാവരും ചാനലിൽ ജോയിൻ ആകുക. ആരെങ്കിലും ജോയിൻ ആകാൻ മിസ്സാകരുത്, എല്ലാവരും ജോയിൻ ആകുക. പിന്നെ നമുക്ക് ഇതിൽ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ന്യൂ മെമ്പേഴ്സിനെ ആഡ് ചെയ്യുന്നതിലാണെങ്കിലും നമുക്ക് എമൗണ്ടിന്റെ കാര്യങ്ങളാണെങ്കിലും നമ്മളെ പേയ്മെന്റിന്റെ കാര്യങ്ങളാണെങ്കിലും എന്ത് സംശയം ഉണ്ടെങ്കിലും നമുക്ക് സജി സാറിനെ നേരിട്ട് വിളിക്കാം. നമ്മൾ ആഡോമൻസിന്റെ ഏറ്റവും മുകളിൽ ഇരിക്കുന്ന ഒരാളാണ് സജി സാറ്. അപ്പൊ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങളുടെ ടീം മെമ്പേഴ്സിനോ ആർക്കാണോ നിങ്ങൾക്ക് എന്ത് പേഴ്സണൽ ഇഷ്യൂസ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് സജി സാറിനെ നേരിട്ട് വിളിക്കാം. സാർ എപ്പം വേണമെങ്കിലും വിളിക്കുന്നതിനൊന്നും എല്ലാ കാര്യങ്ങളും ക്ലിയർ ആയിട്ട് പറഞ്ഞു തരുന്ന. ഗ്രൂപ്പിൽ ഒരുപാട് മെസ്സേജസ്, ഒരുപാട് ആണെങ്കിൽ പേഴ്സണൽ മെസ്സേജ് ചെയ്യുന്നുണ്ട്. എന്ത് മോശമായിട്ടുള്ള ഒരു സംസ്കാരം ഇല്ലാത്ത വർത്താനം പറയുന്നത്. ധൈര്യം ഉണ്ടെങ്കിൽ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം മേലെ ചൊവ്വയിൽ, കണ്ണൂർ മേലെ ചൊവ്വയിൽ ഞാൻ വരുന്നുണ്ട്. എൻ്റെ പ്രോഗ്രാം ഉണ്ട്. ധൈര്യം ഉള്ളവനാണെങ്കിൽ അങ്ങോട്ടേക്ക് വാടാ. അവിടെ വെച്ചിട്ട് നമുക്ക് നേരിട്ട് മീറ്റ് ചെയ്തിട്ട് സംസാരിക്കാം. അല്ലാണ്ട് ഫോണിലൂടെ തോന്നിയാസം വിളിച്ച് പറയലല്ല ഒരു മാന്യത. പെർഫോമൻസ് എന്ന കമ്പനിയിൽ ഏകദേശം 3 മാസമായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. കറക്റ്റായിട്ട് സാലറി കിട്ടിയിട്ടുണ്ട്. കാര്യങ്ങൾ കറക്റ്റായിട്ട് മൂവ് ചെയ്യുന്നുണ്ട്. കുറച്ച് ഡിലേ ആയിട്ടുണ്ടെങ്കിലും സാലറി വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഈ പറയുന്ന നെഗറ്റീവ് എന്താണ്? ഈ ആഡോമൻസിന്റെ നെഗറ്റീവ് അതൊന്ന് പറഞ്ഞേ. കമ്പനി ലീഗലാണോ, കമ്പനിയുടെ ബാക്ക്ഗ്രൗണ്ട് എന്താ, നമ്മൾ അതല്ല നോക്കുന്നത്. നമ്മൾ ചെയ്യുന്നത് സ്റ്റാറ്റസ് ഇടുക, നമുക്ക് കറക്റ്റായിട്ട് സാലറി കിട്ടുന്നത്. കമ്പനി എന്താണെങ്കിൽ നമ്മൾ ആ സബ്ജക്റ്റ് അല്ലല്ലോ. നമുക്ക് അതിന്റെ ബേക്കിൽ നോക്കണം. ഓൺലൈനിൽ ഒരുപാട് ആൾക്കാർ പല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. കമ്പനീന്റെ ബേക്കിലും അതിന്റെ ബാക്ക്ഗ്രൗണ്ടും അന്വേഷിച്ച് പോകുന്നുണ്ടോ? കഴിഞ്ഞ ദിവസം SGRL എന്ന് പറയുന്ന ഒരു ഫീൽഡ് ഉണ്ടായിരുന്നു. ആ ഫീൽഡിൽ എത്ര ആള് ലക്ഷങ്ങൾ ഏകദേശം 75 ലക്ഷം രൂപയോളം കൊണ്ട് കളഞ്ഞു. കമ്പനി അതിന്റെ ഫ്രണ്ടിൽ തന്നെ എഴുതി വെച്ചിട്ട് ഇത് ഫേക്ക് ആണ്, ഏത് നിമിഷവും പൊട്ടിപ്പോന്ന് പറഞ്ഞ സർട്ടിഫിക്കറ്റ് അടക്കം കൊടുത്തിട്ട് അതിൽ വർക്ക് ചെയ്യാൻ ആളുണ്ടായിരുന്നു. എന്തുകൊണ്ട്? അത്ര ലീഗൽ അല്ലാന്ന് പറഞ്ഞിട്ട് തന്നെ അവിടെ ആൾക്കാർ വർക്ക് ചെയ്യാനുണ്ട്. കാരണം ഇന്നത്തെ കാലത്ത് ഓൺലൈനിൽ വരുന്നവർക്ക് എങ്ങനെയെങ്കിലും, അതായത് എന്താ പറയാ, ചെയ്യുന്ന വർക്കിന് നമുക്ക് കറക്റ്റ് ആയിട്ട് സാലറി കിട്ടുന്നുണ്ട്. കമ്പനീന്റെ ബേക്കിൽ നമ്മൾ എന്ത് അതിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്തിനാ പോകുന്നത്? അങ്ങനെയാണെങ്കിൽ എത്ര കമ്പനികൾ ഫേക്ക് ആയിട്ട് ഇന്ന് ഓൺലൈനിലുണ്ട്. ഇതിന്റെ എല്ലാം ബേക്കിൽ നിങ്ങൾ പോവോ? ഒരു റിസ്കും ഇല്ലാണ്ട്, പ്രത്യേകിച്ച് വേറെ വലിയ റിസ്കോ കഷ്ടപ്പാടോ സ്ട്രെസ്നെസ്സോ ഒന്നുമില്ല. രാവിലെ